നീയാണോടാ അവളുടെ കാമുക? ഇവനും കൂടെ ഇരിക്കട്ടെ, നമ്മളെയൊക്കെ വഴി നിശ്ചയം ഇവനാണല്ലേ. ശാർക്കര വെച്ചാണ് യവന്റെ തനി സ്വരൂപം ഞാൻ മനസ്സിലാക്കണം. അവിടെ അന്ന് മട്ടിയൂർ ശങ്കരനുണ്ട്, നമ്മുടെ പാമ്പാടി ചന്ദ്രശേഖരനുണ്ട്, പിന്നെ നമ്മുടെ പള്ളിക്ക് സുബ്രഹ്മണ്യം, നിലയ്ക്കൽ കൊച്ചുകേശവനും. ഇവരെല്ലാം ഊക്ക ആനകളാണല്ല. മാനം കളയിലടാന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് നോക്കി. കൊമ്പി പിടിച്ചിരുന്ന എനിക്ക് കയ്യെത്ത എന്റെ പെണ്ണോന്നല്ലേ. നല്ലോണം നോക്കിക്കോണം, പിന്നെ വല്ല കൂരോ ഉണ്ടെന്ന് പറയില്ലേ അല്ലേ? കൊച്ചു കൊള്ളാല്ലേ അണ്ണ? എങ്ങനെയാ, ഇഷ്ടപ്പെട്ട? നിന്റെ അടുത്തല്ല, നിനക്ക് ഇഷ്ടാവുന്ന എനിക്കറിയാല്ല. യവന്റെ അടുത്ത് ചോദിച്ചത്. രണ്ടുപേരും വലിയ കൂട്ടാ. ഇവൻ പറയുന്ന ഇവൻ കേൾക്കത്തുള്ളൂ. അതിപ്പോ കല്യാണ കാര്യത്തിലാണെങ്കിലും അങ്ങനെ. കഴിക്ക്. എങ്ങനാ, കൂട്ടുകാരന് ഇഷ്ടപ്പെട്ട? ഇവൻ സെക്രട്ടേറിയറ്റിലെ പിയൂണാണ്. പപ്പനാവന്റെ 4 ഏക്കർ മേടിക്കുന്ന പണിയാരുടെ ആ കുടുംബം പോലെ പോകും. ഇങ്ങൊന്നാണ് നീ ആ പൊടിയന്റെ കൂട്ടും കളിയൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക് കേട്ടാ. ആ നിർത്തണാറി അവിടെ പോയി വായുമ്പോളം നിന്നിട്ട് ഇവിടെ ഒന്ന് മോങ്ങിട്ട് എന്തൊരു കാര്യം? അവക്കൊരു കണ്ണിച്ചൊരയില്ല പോലെ അല്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച അല്ലേ അവള് കൊതി പറഞ്ഞപ്പോ നീ ഔക്കറ നെയ്യപ്പൊക്കെ പിടിച്ചോണ്ട് കൊടുത്തത്? അതൊന്നും തൂറുന്നതിന് മുമ്പ് അവള് വേറെ കാണിച്ചു കളഞ്ഞതാ. അല്ലല്ലോ അവൻ ആര് മൈസറേട്ട അവ 5-6 നെകളിക്കുന്നുണ്ടോ കേട്ടാ. എന്റെ തലയിലാ തൊപ്പിയൊന്ന് കേറിക്കോട്ട്, അന്ന് തീരുവതല്ല. എന്റെ പ്രഭേ, നീ ഒന്ന് സമാനപ്പെടേ. എടാ അങ്ങനെയല്ലെന്ന് അയാളെ ഒന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും, പിന്നെ വീട്ടിൽ കയറാൻ പറ്റൂല. അത് മാത്രമല്ല, പിന്നെ ഞാൻ ഓടിയില്ലായിരുന്നു അയാൾ എന്നെ കൂടെ ജീപ്പ് എടുത്തിട്ട് പോയാനാ. എടാ നാണം കെട്ടോനെ, അയാള് വിളിച്ച ഉടനെ ഓച്ചാനും ചെണീറ്റ് പോകാൻ അയാൾ ആര് ഓടയാൻ വരാൻ? എടാ പോട്ടാ പ്രഭേ, എന്തായാലും അവള് നാളെ നിന്റെ കയ്യിൽ നിന്ന് പോകും. അത് ഇന്നേ അങ്ങ് പോയെന്ന് വിചാരിച്ചാൽ ഓ അവളോ അത്ര ഗുണമൊന്നും അല്ല. അല്ലെ തന്തയിലാഴി കാണിക്കൂ. ഇടപിറക്കെ പോകുമ്പോ അല്ല മനസ്സുള്ള പെണ്ണുകടയും പിറക്കെ പോകണം. എവനും ഇല്ലയുടെ 2 മുഴം കൈ ഒരു ആത്മാവും അവൻ പെട്ടുപോയി. എന്തായാലും അവനൊരു പണിയണം കേട്ടാ. അമ്മണിക്ക് അവളെ കെട്ടാൻ വന്നത് എങ്ങനെയുണ്ട്? നിന്റെ ഈ ശൗര്യം നീ അപ്പ കാണിച്ചില്ലല്ലോ. സംഭവം ഞാൻ അറിഞ്ഞു, ചെറുക്കൻ സെക്രട്ടറിയിലെ പ്യൂണാണ്. അതാണ് അവള് മലക്കം പറഞ്ഞത്. യവനാണെങ്കിലാ ഒരൊറ്റം ചിലപ്പില്ലാതാ കിടക്കണം. അതൊക്കെ വാസന്തി. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മുടെ പൊടിയനെ കേട്ടത്തോളെന്ന് പറഞ്ഞ ഒരൊറ്റ നിപ്പ. അത് ശരിയാ. അങ്ങനെ ആണുങ്ങളുടെ ഇടപാട്. എന്ത് വന്നാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാൻ ചത്തുകളയും. ചാക്കോയുടെ കണ്ണുകൾ ഇടുങ്ങി. അയാളുടെ കൈ ബെൽറ്റിൽ പിടിമുറുകി. ഭയവും നിസ്സഹായതയും കൊണ്ട് തളർന്ന സ്വരത്തിൽ മറിയാമ്മ പറഞ്ഞു, ഇങ്ങനെ വാശി പിടിക്കല്ലേ കുഞ്ഞ്, ഞാൻ ചത്തുകളയും. ജെസി വീണ്ടും പറഞ്ഞു, നിങ്ങൾ നല്ല മണം ചേച്ചി. നീ പോയ പൊടിയനെ മണപ്പിച്ചു നോക്കടി. പൊടിയാണ് എപ്പോഴും ബീഡി നാറ്റ. അമ്മണി എന്നെ ബീഡി മണക്കൂ? നീ എന്നെ എന്തെങ്കിലും പരിശോധിച്ച് നോക്ക്. ഓ എനിക്കൊന്നുമില്ല, ഞാൻ പോയി നോക്കുവേ, പിന്നെ ഒന്നും പറയില്ലേ. ബാക്കി അങ്ങോട്ട് വായിക്കണ്ടേ. അതേ നിമിഷം തന്നെ ബെൽറ്റ് അന്തരീക്ഷത്തിൽ പുളഞ്ഞു.
എന്റെ അമ്മച്ചിയെ ജെസ്സി നിലവിളിച്ചു. ആ ദാണ്ട വന്നടി. പക്ഷെ കുറച്ചുകൂടെ ഉള്ളു. നീ കൊണ്ടുപോയിക്കോ, നാളെ തന്നെ ഇങ്ങ് നന്നേക്കണം. ഞാൻ പോണു. പരിപ്പൊട്ടി യവക്ക് വെട്ടം വിളിച്ചൊന്നും വേണ്ടടി. ഓ, ആ കിരീട്ടത്ത് കിടന്നല്ല പരിചയല്ലേ. അവസാനം വെട്ടത്തിറങ്ങി എടുക്കാൻ പറ്റാതാവില്ല. മൊത്തത്തിലൊരു വെട്ടം. വാ. നീ പേടിച്ചില്ലേ? പേടിച്ചില്ലേ? പേടിച്ചില്ല. എന്താ പേടിക്കാഞ്ഞ? ഇവിടെ നീ അല്ലാതെ ആര് വരാനാണ്? അതും അമ്മണി എന്റെ പറയടുത്ത്. ഒരമ്മണിയണ്ണൻ. വാ. നിർത്താതിരി. അത്ര സൂചിച്ചാ മതി. കുറച്ചുകൂടെ പാടുവണ്ണേ അങ്ങാട്ട്. ഇനി പാടിയ ഗന്ധർവൻ വരും. എന്നെക്കാലം വലിയ ഗന്ധർവനോ? കള്ളപ്പുടിയാ. നീ ആ ചിരി അങ്ങോട്ട് ഇട്ടാണ്. ഏത്? ആ പാട്ടിന്റെ ഇടയിലുള്ള ചിരിയില്ലേ, എന്നിട്ടാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചിരി. ജാനകിയുടെ തന്നെ. ഈ പടത്തെ ചിരിച്ചോണ്ടിരിക്കുന്ന ജാനകിയുടെ പടം വരയ്ക്കണം. പിന്നെ യേശുദാസിന്റെ പടം വരയ്ക്കണം. പിന്നെ തങ്കമണി കാസറ്റ്സ് ആൻഡ് മ്യൂസിക്സ് എന്ന് മുട്ടനായിട്ട് എഴുതണം. അയ്യേ, തങ്കമണി ആന്തരണ എന്റെ പേരാടാ. എന്റെ ഒരു വാശിയാ എന്റെ പേരിൽ ഒരു കാസറ്റ് കട. ആന്തര വാശി. എടാ, ഇവളെ അനിയത്തിയുടെ ഭർത്താവ് പേർഷ്യന്നൊരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതിൽ ഇവളൊന്ന് തൊട്ട്. അപ്പൊ ഇവളെ അനിയത്തി പറയാണ്, നീ ഇതിൽ തൊടല് പാട്ട് മോശമായി പോകും. ആരെ പാട്ടെണ്ണ? യേശുദാസിന്റെ പാട്ട്. നിനക്ക് വരയ്ക്കറിയോടാ? വരയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നാട്ടുകാർക്ക് തോന്നണം നീ വരയ്ക്കുന്ന ജാനകി യേശുദാസുമാണ്. അതെന്തൊരു വർത്താനമാണോ അവര് പറഞ്ഞത്? ഈ നാട്ടിലെ ചോരായ ചോര മുഴുവൻ ഞാൻ തന്നെ വരച്ചു കുറിച്ചിരുന്നത്. എന്റെ വര നിങ്ങൾ കണ്ടിട്ടുള്ളല്ലോ. അവളൊരു തമാശ പറഞ്ഞല്ലേ, നീ വിറേ. നീ വരയ്ക്കുന്നതിന് മുമ്പ് എന്റെ കാശ് വാങ്ങി. ഈ നാട്ടിലെല്ലാം കാണുമോ? എന്റെ അപ്പന്റെ പേരെ പനിപ്പിള്ളേന്നാണ്. അണ്ണൻ പറഞ്ഞതിന് ഒരു ദിവസം മുമ്പ് ഈ ചോറിൽ വരച്ച് കളറോ അടിച്ചിട്ട് വരിഞ്ഞേ. അതുപോലെ എടാ, സംഭവം എന്താണെന്ന് അറിയാമോ? എനിക്ക് ആണ്ട് പിറപ്പിന് മുമ്പേ കട തുറക്കണം. അണ്ണൻ തുറയണ. അണ്ണന്റെ ചോര അണ്ണന്റെ കട. അണ്ണൻ തുറ. ഈ കോട്ടപ്പള്ളി പണിക്കരാണ് സമയം കുറിച്ച് തന്നിരിക്കുന്നത്. അങ്ങേര് പറഞ്ഞ എന്തിനാണെന്ന് അറിയോ? എനിക്ക് ധൂമകേതു കടരാജ യോഗോ എന്നാണ്. എന്താണ് ഈ 75 വർഷത്തിലൊരിക്കൽ ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരു യോഗം. കട തുടങ്ങിയ ഇപ്പൊ വെച്ചടി സൈറം കേട്ടാ. സത്യല്ലേ? സമയം തന്നെ നീ പോയി വരയ്ക്ക്. വണ്ടി എടുക്കാം. വരയ്ക്കണം. എനിക്കൊന്നും വേണ്ട. മിനിമോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. മിനിമോളെ, 8ന്റെ മുമ്പ് എത്തണം. നീ എവിടെ പോണ്? വർക്കല വരെ. SK പോയാണ്? ഇല്ല, ഇപ്പൊ വരും. ആചാരവടി വർദ്ധിപ്പിക്കാൻ ആകർഷകമായ കണ്ണുകൾക്ക് നാടിഞരമ്പുകളുടെ ഉദ്ദീപനത്തിന് മൈലെണ്ണ 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 വരുവിൻ വരുവിൻ വരുവിൻ.
വർക്കലയാണ് പോണെങ്കിൽ വരാൻ താമസിക്കല്ലോ ഉള്ളേ. പോടമേ വിളക്ക് കത്തിക്കുന്നേ? പനിപ്പുള്ള കരയിലുണ്ട്, അവൻ എത്തിച്ചോളൂ. ഓ പിള്ളേച്ച ഇത് ചുണ്ണാമ്പങ്ങട്. ചുണ്ണാമ്പ് ഇതായിരിക്കുന്നേ. അണ്ണൻ ഇത് എങ്ങോട്ട് പോണത്? ഞാൻ അങ്ങോട്ട് പോയാൽ നിനക്കെന്തറിയും? ഓ അണ്ണൻ എന്നോട് എപ്പോഴും അങ്ങ് ദേഷ്യം. പക്ഷെ ഉള്ളിൽ തോനെ ഇഷ്ടമുണ്ട് കേട്ടാ, എനിക്കറിയാം. അവറ്റോട് ഉടക്കാൻ നിൽക്കാതെ നീ പാടുപോക്കി പോകുന്നു. അണ്ണനൊരു വാക്ക് മൂളിയാ മതി, പിന്നെ ഒരുത്തരും ഞാൻ എടുപ്പിക്കൂല. ഇപ്രാവശ്യം എന്തിനാണ് എന്തിനാ പറയണ? ആനക്കൊമ്പണ്ണ, കാട്ടോത്തിന്റെ തൊലി, മ്ലാവിന്റെ തല, പാക്കാന്താ. അല്ലെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഗവൺമെന്റ് ഉദ്യോഗം കൊടുത്തവനെ അടിക്കണം. അതവന്റെ തന്ത ചത്ത വഴിക്ക് കിട്ടിയ പണിയല്ലേ. ഓരോ തവണ ഇവൻ വരുമ്പോഴൊക്കെ എന്തിൻ്റെങ്കിലും തൊലിയോ മുള്ളോ ഒക്കെ ഉണ്ടാകും. ജീവനോടൊരു മുള്ളം പന്നിയെ കൊണ്ടുവരുന്ന ആരെങ്കിലും കരുതിയ? വേറെ മരുന്നൊന്നും വേണ്ട, സ്വല്പ വേദന ആണ്, അതിട്ട് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. എടാ ബാക്കി ഉഷ വന്നിട്ട് പോയാ? ഉഷ വന്നില്ല, വാസന്തി വന്നു. അതുകൊണ്ട് എനിക്കെന്തിനു വേണം? അവസാനമായി നിന്നെ കളഞ്ഞിട്ട് പോകൂടി. പൊടിയാണ എന്നെയാ തിരി പുളിക്കും. ഇവിടെ കാര്യായിരിക്കാൻ വീതി. അമ്മയുടെ അടുത്ത് പറയല്ലേ, എത്ര വൈകും. ചങ്കി കുത്തി കേറും കുന്തം തന്നടേ, കുത്തി കൊന്ന് നൊങ്ക് കുടിക്കല്ലേ. ഉള്ളില് ഊറണ് തോന തോന സ്നേഹച്ചോരത്തോടടേ, തോട്ടില് വീണ് മുങ്ങി മരിക്കല്ലേ. ഇത് രാത്രി വാക്കൻ പെണ്ണെ, ചുടുറാക്കെടി നീ കണ്ണേ, ചന്ത തെരുവേ ചുമ്മാതലയാൻ കൊല്ലും രസവാരേ. ഞാൻ ബെല്ലും ബ്രേക്കും പോയൊരു സൈക്കിൾ വേണമെങ്കിൽ കേരടിയേ. എന്തൊരു കണ്ണടേ, ചങ്കി കുത്തി കേറും കുന്തം തന്നടേ, കുത്തി കൊന്ന് നൊങ്കു കുടിക്കല്ലേ. ഇത് രാത്രി വാക്കൻ പെണ്ണെ, ചുടുറാക്കെടി നീ കണ്ണേ, ചന്ത തെരുവേ ചുമ്മാതലയാൻ കൊല്ലും രസവാരേ. ഞാൻ ബെല്ലും ബ്രേക്കും പോയൊരു സൈക്കിൾ വേണമെങ്കിൽ കേരടിയേ.
എന്തടീ ക്രാവണ് കൊത്തി കൊത്തി മുറത്തി കേറാനാരടി നീയാരടി എന്തര് ചേലടേ അന്തിക്കൂറിൽ ചെങ്കതിരേശൻ പോലടേ നീ പോരടേ പുതുമഴയ്ക്ക് പൊന്തും കൂണിൻ ചെറുകുടയ്ക്ക് കീഴേ പോലെ എത്ര ദിവസം എത്ര സമയം കൊന്നടി തവളാച്ചി നീ എൻ ബെല്ലില്ലാത്ത ബ്രേക്കില്ലാത്ത ചേരച്ചാരല്ലേ പൊടിയൻ പ്രേമച്ചാരല്ലേ എന്തത് കണ്ണടേ ചങ്കി കുത്തി കേറും കുന്തം തന്നടേ കുത്തി കൊന്ന് നൊങ്ക് കുടിക്കല്ലേ ഉള്ളില് ഊറണ് തോന തോന സ്നേഹച്ചോരത്തോടടേ തോട്ടില് വീണ് മുങ്ങി മരിക്കല്ലേ ഇത് രാത്രി വാക്കൻ പെണ്ണെ ചുടുറാക്കെടി നീ കണ്ണേ ചന്ത തെരുവേ ചുമ്മാതലയാൻ കൊല്ലും രസവാടേ ഞാൻ ബെല്ലും ബ്രേക്കും പോയൊരു സൈക്കിൾ വേണമെങ്കിൽ കേറടിയേ ആരേത് കഴിവറുടെ മോനെ എന്റെ വീട്ടിൽ കയറി തന്നെ കാണിക്കുന്നു. കുറച്ചുകൂടെ കാത്തിരിക്കാൻ വേണ്ട കഴപ്പല്ലടാ നിനക്ക്. നിന്റെ അമ്മേരെ നായര് ചേട്ടത്തിനെ കാണിക്കണ വീട്ടിൽ പോയി കാണിക്കണ. അവക്കവന്റെ മറ്റവനൂടെ കടി തീർക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. നേരെ നോക്കട്ടെ രണ്ടിനെ മുട്ടുകാലൊടിക്കുക. അണ്ണോ അത് തേറി പൊരിയണ്ണ. രാത്രി വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിച്ചു. അറിയട്ടെ, നാട്ടുകാർ മൊത്തം അറിയട്ടെ. തരവഴിത്തരം കാണിക്കാറിയിരിക്കും അപ്പൊ എന്നെ കഴിവറുടെ മോൻ. അണ്ണാ ഇനി വന്നാണ് ഞാൻ പറയണേക്ക്. വെറുതെ പിള്ളേർക്ക് നാണക്കേട് ഉണ്ടാക്കാതെ ചുമ്മാ അകത്തേറി കിടന്നാണ്. നാണക്കേട് ഉണ്ടാക്കണത് ചെയ്യുമ്പോ ആലോചിക്കണോ? കേറി പോ. അതിപ്പോ വീട്ടുകാരെ പറഞ്ഞാ മതിയായിരുന്നു. നേരത്തെ കാലത്തും കെട്ടിച്ചിട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പമല്ലതും ഇവിടെ നിന്നങ്ങോട്ടാ പ്രശ്നങ്ങളുടെ ശരിക്കുള്ള തുടക്കം. അഞ്ചുതെങ്കിലും ഒരു വാർത്ത വന്ന് പരക്കുന്നത് പെരുങ്കോള് കൊണ്ട കടലിലെ തിര വന്ന് മറിയുന്നത് പോലെ. സംഗതി ബീഡിത്തുമ്പേന്ന് ബീഡിത്തുമ്പയിലോട്ട് കയറി നിരത്തിണ്ണേലും കടത്തിണ്ണേലും എന്ന് വേണ്ട നാട് മുഴുവൻ പരന്നു. എടോ ചെല്ലപ്പൻ പിള്ളേ, ആരും ഇല്ല ഇവിടെ? അകത്ത് കയറി ഒളിച്ചിരിക്കുവാന്നോ? അച്ഛൻ കിടക്കേണ്. നീ കിടത്തിയെന്ന് പറ. വന്ന് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാതെ. ഓ ഇറങ്ങി നടക്കാൻ വയ്യാത്തോണ്ടാണല്ലേ ഇവിടെ വരെ വന്ന. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ നിന്റെ തന്തയെ വിളിക്കടി. എന്തരോ അമ്മ വന്നാലേ എന്നൊരു വിശേഷം പറച്ചില്. ഓ വിശേഷത്തിനാന്നോ ഒരു കുറവ്? കുടുംബത്തിലോരോ കുരുത്തം കെട്ടവന്മാരും ഉണ്ടായോണ്ടല്ലോ. ഓ അതിപ്പോ അവളെ അവന്റെ കൂടെ പൊറുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇത്തി നേരത്തെ അവൻ വന്ന് ഉപ്പ് നോക്കാൻ വന്നിട്ട് പോയി. അത്രയല്ലേ ഉള്ളു. അനി നാട്ടുകാരടന്ന് തുള്ളണ എന്തേരിന്? ഉപ്പ് നോക്കാനാ? മാമ അകത്തേറിയിരുന്നാണ്. മാമ ഞാൻ പറയണ ഏക്ക്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ. പിണക്കമൊക്കെ മാറ്റിയിട്ട് നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ല്. പൊടിയന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനും അണ്ണൻ്റെ കൂടെ പറയാം. വാസന്തിയുടെ അച്ഛന് പ്രയാസമാണെങ്കിൽ മാമന് പോവല്ലേ. മാമനാവുമ്പോ ഒരു നയമൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി.
എടി ഈ അലക്കല്ലാമ പുറമൊക്കെ നോത്തില്ലേടി? അതിന് ആ സമയത്ത് ആരാണ് ഈ നോല് വരച്ചിലൊക്കെ അറിയാൻ പോണേ? ഓ, അന്നേരം അറിയാത്തതിന്റെ ഇപ്പൊ അറിയണത്. ഇവന്റെ അടുത്ത് ഈ ബന്ധം വേണ്ട വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞാണ്. യവനെക്കാട്ടി വലുതാണ് അവക്ക് ആ രുക്മിണി. യവൻ കെട്ടിയാലും ആ രുക്മിണിയെ കളഞ്ഞ് വാസന്തി വരാനൊന്നും പോണില്ല. അപ്പൊ യവ അവിടെ പോയി താമസിക്കേണ്ടി വരും. എടാ, അച്ചി വീട്ടിലെ നായര് എച്ചുകുഴി പട്ടി രണ്ടും കണക്കാണ്. അപ്പൊ നിന്റെ അയലോക്കാരായിരിക്കും ഈ അമ്മണിപ്പിള്ള. നിനക്ക് അവിടെ വല്ല വിലയും കാണും. നിനക്ക് ആ വേലിയിൽ നിന്ന് 10 എടുത്ത് അവന്റെ മുതുകൊളൊക്കെ അറിഞ്ഞു കൊടുത്തോട്ടെന്നാടാ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോ. ഞാനൊന്ന് ആനതാ, പക്ഷെ അപ്പൊ അവള് വന്നു. അവന്റെ പെണ്ണുമുള്ള ഈ മര്യാദ അവൻ കാണിച്ചില്ലല്ലോ. അവൻ തൊലയണോടാ, അവന് തൊലിക്കണം. ഞാനുണ്ടോ കൂടെ? ആരും കൂടെ വേണ്ട, ഒറ്റയ്ക്ക് തീർത്തോളാം. അങ്ങനത്തെ കേസാ. യവനും ഉണ്ടല്ലോ 2 മുഴം കൈ ഒരു ആത്മാവും. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവനിപ്പോൾ ഓരോരുത്തർക്കിട്ടും വേല വന്നോണ്ടിരിക്കുകയാണല്ലേ. എൻ്റെ തലയിലെ തൊപ്പിയൊന്ന് കയറിക്കോട്ട്, അവനെ ഞാൻ വേറെ പെടുത്തിക്കോളാം. അല്ല പൊടിയാ, നീ ഇപ്പം എന്ത് ചെയ്യാൻ പോണ്? നമുക്ക് ആറ്റിങ്ങി നാളിനെ ഇറക്കിയല്ല. എന്നെ ചിറ്റപ്പൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അവ അവിടുത്തെ ഭയങ്കര റൗഡിയാണ്. അങ്ങനെ പുറത്തുനിന്ന് റൗഡി വേണ്ട. പൊടിയന് കിട്ടിയത് പൊടിയൻ തന്നെ കൊടുക്കും. അവിടെ കഴിച്ച താലി കയറുന്നതിന് അമ്മണിപ്പിള്ളക്ക് ആട്ടി കൊടുത്തിരിക്കും. ഇടപെട്ട് നിങ്ങളെ കല്യാണം നടത്തരാന്നൊക്കെ പറഞ്ഞല്ലേ? അപ്പൊ പിന്നെ അത് വേണോ അണ്ണ? ഇടപെട്ട് കല്യാണം നടത്തി തരാൻ അങ്ങനെ ആറാ എന്റെ തന്തേ. ഇവൻ പണ്ടേ പേടിച്ചൂറിയാണ്. ആ അമ്മണി പിടിച്ച് മൂക്കി കയറ്റുന്ന അവൻ്റെ വിചാരം. പോടെ അളിയാ, അവന്റെ കവാലം അറിഞ്ഞു പിടിക്കണോടാ. എന്റെ സുശീലെ കൊണ്ട് ഒരുത്തിന് കൊടുത്തവനാണ്. അവൻ അറിഞ്ഞു പിരിക്കണം. തന്നെ പട്ടി. കൂത്തിച്ചുമോൻ, നീ ചെയ്തതാ ഇത് ശരി. നീയായിട്ട് അതങ്ങ് നടത്തി കൊടുത്താ അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. ഓ, നമുക്ക് കൂലിയൊന്നും വേണ്ട. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നാൽ മതി. മോതിരം മാറാൻ വരൂലെന്ന് പറഞ്ഞിരുന്നാണ് ആ തള്ള കിടന്ന് കാല് പിടിച്ചിട്ട് കൊടുക്കാൻ സമ്മതിച്ചത്. അവനും അഭിമാനിയാ. അല്ല, അവൻ കാള കളിച്ച് നടക്കല്ലേ. അവനെ കൊണ്ട് വേല ചെയ്ത് കുടുംബം പോറ്റാനൊക്കെ പറ്റുമോ? കുടുംബത്ത് വകയുണ്ടല്ലോ. ആ, പിന്നെ പെണ്ണു പിടിക്കുക, അവളൊരു മൂക്ക് ഇറങ്ങിടും. ശരിയാ. എന്നാ ഇങ്ങോട്ട് നാണി, ഇതവിടെ വിളക്കിനോട് കൊടുത്തേ. ഇതങ്ങ് ചേർത്ത് വെച്ചാണ്. ആ, എല്ലാവരും കിടക്കും തള്ളാതങ്ങ് നീങ്ങിയെന്നാണ്. അമ്മ വന്നാണ്. തൊട്ടനുഗ്രഹം മേടിച്ചു. ഭരണം മൊത്തം അവനാണല്ലോടാ. ഇതൊന്ന് കഴിഞ്ഞോട്ട്. അച്ഛമ്മ ഇടുകാലും തൊട്ട്. ഇനി അമ്മ. ഇനി ചെറുക്കം വന്നാണ്. കിഴക്കോട്ടില്ലേ? കിഴക്കോട്ടില്ലടേ, കിഴക്കും പടിഞ്ഞാറ് അറിയാത്തനൊക്കെ. ചെറുക്കൻ്റെ ചമ്മന്നാണി ഇങ്ങോട്ട് തള്ളണേ, മാറില്ലേ? ഞാൻ വിളിച്ചിട്ട് വന്നേണ്. ആര് വിളിച്ചിട്ടാണെങ്കിലും ഒരു വകുതിരിയൊക്കെ വേണം. പിടിച്ചാണ് കൈ നീട്ടി. കൈതാ. ചടങ്ങിന് സമയമായിട്ടില്ല. ഇതിനേക്കാ വലിയ ചടങ്ങൊക്കെ കഴിഞ്ഞ്. പിന്നെ എനിക്ക് അവളെ കൂടെ പറപ്പിക്കാൻ ആരെ ഔദാര്യം ഒന്നും വേണ്ട. അപ്പൊ എവക്ക് വാശി കഴുത്ത താലി കയറിയല്ല എന്റെ വീട്ടിൽ വന്ന് കയറുള്ളൂ. നീ കല്യാണത്തിന്റെ സമയം പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കെട്ടിക്കോളാം. നിങ്ങക്ക് എന്തോത്തിന്റെ കേട്? എവിടെ പോയാലും കിടന്നങ്ങ് ഭരിക്കണം. എന്തേ ഞാൻ കാര്യമില്ലേ പറഞ്ഞു? തന്നെ വേണ്ടടുത്തുള്ള കാര്യം പറച്ചിലും മതി കേട്ടാ. എല്ലായിടത്തും കയറി കാര്യം പറയാൻ നിൽക്കല്ലേ, വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്.
മണിയുടെ നാളെ വെള്ളം ഉണങ്ങി കഴിഞ്ഞാൽ കോളം വരച്ചിട്ടുള്ളൂ കേട്ടോ. നാളെ പിന്നെ എന്നോട് പറയിപ്പിക്കാതിരിക്കും. മുന്നെണ്ണ പണി അടക്കലാണ്, നിങ്ങളടുത്ത് പടക്കേലാണ്. ഇങ്ങോട്ട് നോക്കി വേണം, ആരും വന്നു കഴിഞ്ഞാൽ അവരെ വായ്പളം നോക്കിക്കൊണ്ട് തോന്നുന്നു. 10 പേര് പണിയെടുക്കില്ല. ആ സഹോദരി സഹോദരന്മാരെ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആ മുള്ളപ്പന്നിയുടെ മുള്ളു കൊണ്ട് ചൊറിച്ചെമ്പ് തൊട്ടാൽ എന്ന് വേണ്ട ഏത് വിധത്തിലുള്ള വേദന, ചൊറിച്ചിൽ, പുകയ്ക്കൽ, കിടപ്പ് എല്ലാത്തിനും തൊടിയിടയിൽ അത്ഭുതകരമായ സൗഖ്യം പ്രദാനം ചെയ്യുന്ന പരമ വിശിഷ്ടമായ അത്യപൂർവമായ പാരമ്പര്യ വിധി പ്രകാരം തയ്യാറാക്കിയ സിദ്ധാന്തമാണ് ഈ മഹാ ഔഷധത്തിന്റെ ഗുണമേന്മകൾ അനുഭവിച്ചറിയുവേൻ. ഇത് ഭയമല്ല, മന്ത്രമല്ല, നൂറ്റാണ്ടുകളായി എന്തിനാ അതെന്തേര് ഇത് തുറന്നാണ് എന്തോന്നിത്? ഒന്നും പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും എന്റെ ഈ മരുന്നുണ്ട്. ഇതൊക്കെ കുളത്തൂപ്പുഴ കാടുപത്രം കണ്ടാതിയാ നമ്മളെ നാട്ടിൽ കൂടെ കാട്ട്. എന്തിനാ അണ്ണാമല ബുക്കിൽ രാജകുമാരനെ കൊണ്ടുവന്നു. ആ ഫോറസ്റ്റ് ചന്ദ്രേ കാട്ടി കിടന്ന് രാജകുമാരനെ എടുത്ത് നാട്ടിൽ കൊണ്ടിട്ട് അവിടെ ആളും പോകണം ഭയങ്കര പ്രശ്നം തന്നെ. ഈ പോത്തിനെ കയറില്ല ഫോറസ്റ്റിലെടുത്ത് ആരൊക്കെ അറിയാം. അളിയ പൊടിയാ, നമുക്ക് അതിനെ പിടിച്ചാലാ. ഓ ഞാനങ്ങും വരുന്നില്ല, നിങ്ങളെങ്ങാനും പോയി പിടിച്ചാണ്. ഇപ്പൊ നമ്മൾ മുന്നിട്ട് നിന്ന് അതിനെ പിടിച്ചു കഴിഞ്ഞാ അതിന്റെ ഗമ നിനക്കാടാ. പൊടിയണ വാഴ നമുക്ക് പോയി പിടിക്കണ, അവിടെ ശരിക്കും ആൾക്കാർ കൊണ്ടാണ് കാണാം. വാ ദേവന്മാര് പറഞ്ഞതിലും കാര്യമുണ്ട്. ഒന്നാ നീ ഇപ്പൊ നാട്ടിൽ ആ പാടാ മാറി പോയി പിടിച്ചാലാ. പോവാണ്ട എല്ലാരും കൂടെ പോവാ, നല്ല രസമായിരിക്കും. എന്തോ നടന്ന് തള്ളണത്? ഞാനും കാണാൻ തന്നെ ഇരിക്കണത്. കൊല്ലപ്പായല്ലേ, ഒന്നില്ലെങ്കിലേ ഇവിടെ കിടന്ന് പെറ്റ് വരൂ. അവനെവിടെ? അവനോട്ട് പൊട്ടിക്കണവരല്ലോ. പോക്കൃത്തരല്ലേ ഈ കാണിച്ച? അവനെ സർക്കാർ ഉദ്യോഗസ്ഥനാ, കൈവച്ച കളി മാറും. അണ്ണാ പാമ്പ് വലുതാ ചെറുതാ? ടാപ്പിരിക്കാലേ അളന്ന് നോക്ക്. അങ്ങ് കൂടി അളന്നിങ്ങ് തരും. പാമ്പിനെ പിടിക്കാൻ വന്നേടാ ഞങ്ങള്. വഴുതാ വഴുതാ അങ്ങോട്ട് മാറി മാറി മാറി. എവിടെ മാറി? എവിടെ പാമ്പ്? പാമ്പ് എവിടെ? പാമ്പ് മാറിക്കണ്ട. അവ ചുമ്മാ നമ്മൾ പാമ്പ് പിടിക്കണ്ട. വാലിത്തിരി കാണുന്നു, വാലിത്തിരി കാണുന്നു. പിടിക്കാൻ പറ്റൂടെ? പുകച്ചു നോക്കാം, പുറത്തേടും പഠിച്ചോല്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഒച്ചുണ്ടാക്കിയ പാമ്പയാവോ? തേടിയാവേ വേണ്ടെന്ന് പറ, പിടിക്കട്ടേച്ചി. അണ്ണാ മണ്ണന് ചോദിച്ചാൽ അയാൾ തരണില്ല. ഓരവന്റെ കുത്തിനെ പിടിച്ച് മേടിച്ചോണ്ട് വാടാ. മനുഷ്യനോട് ആവശ്യമുള്ളപ്പോ വേല ഇറക്കുന്നു. പോയി പോയിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കുറച്ച് കൊടുത്തോളൂ. ഇത് ഫോറസ്റ്റിൽ അറിയിക്കണം. ഇവന്റെ പൊന്ന് സാറേ, പാമ്പിന് നിയമമൊന്നും അറിയത്തില്ല. അങ്ങോട്ട് അങ്ങനെ നിന്നാണ് പിടിച്ച് കൈകൊണ്ട് തരാം. ഒരു മാതിരി അണ്ണാ അയാൾ വരുന്നുണ്ട്. ആര്? അമ്മണിയണ്ണ. ആടാ അമ്മണിയണ്ണ വരുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു കുറവ് കൂടെ ഉള്ളൂ. വരട്ട്, നമ്മൾ പിടിക്കുന്ന അവനും കൂടെ കാണട്ടെ. അറിയാം
എന്തുവാടേ എല്ലാം കൂടെ ഒന്ന് ചെറ്റിക്കണത്? ഓ നമ്മൾ ചരച്ചോളാം, ഇയാളടിക്ക് കയറണ്ട. എവിടെടേ പാമ്പ്? തൊണ്ടിനിടയിലുണ്ടെന്നാ. മാറേ. എടാ അത് രാജവമ്പാലയാ, ചീറ്റിയാ മതി ചത്തുവാൻ. ഇറ്റിപ്പൂലുള്ള ഒരു പാമ്പിനെ പിടിക്കാനാണോടാ ഈ അടവ് അഭ്യാസമൊക്കെ? എന്റെ മുടിപ്പൊരമ്മച്ചി ഓടിക്കോടാ. എവനെ ഭ്രാന്താടാ, എടുത്ത് കറക്കണ്ടാ, ഓടാ. ഓടി കറക്കാറാ. പാമ്പ് ചത്ത്, പാമ്പ് ചത്ത്, പാമ്പ് ചത്ത്. അമ്മിണി എന്നെ പാമ്പിനെ കൊന്ന്. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി ചേച്ചി. പാമ്പിനെ പിടിക്കാൻ വന്ന അവസാനം തുണിയില്ല, ഓണാനും ഇല്ലാതെ ഓടി. അണ്ണനെ നല്ല ഉശിരുള്ള ആണാ, അതുപോലാണാ പൊടിയും ചെറുക്കൻ. നീ കിഴക്കോട്ടേക്ക്. നീ അധികം വാഴത്തിലടാ. അപ്പൊ നാളെ തന്നെ വെച്ചോണ്ടിരുന്ന ആറിപ്പോ. അളിയാ, വെറും കൈയോടെ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. അറിയല്ല. സാധനം വല്ലതും എടുക്കണ്ടേ? എടാ നമ്മൾ 5 പേരുണ്ട്, സാധനമൊന്നും വേണ്ട. പൊടിയണ്ണ, പണ്ട് അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. വർക്കലമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അന്ന് കോശത്തേഴ് നമ്മുടെ തെക്കലെ ശാന്തി ചേച്ചിയല്ലേ, അവരൊരുത്തം കയറി അങ്ങ് ഞോണ്ടി. പഴയ അറുകലച്ചാമ്പിൻ്റെ ടീമായിരുന്നു. അണ്ണൻ കയറി അങ്ങ് ഒട്ടി. ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു അവന്മാർ. 3/4 മണിക്കൂർ അണ്ണൻ നിന്നടിച്ച്. 5 തെങ്ങിന്ന് ടീമൊക്കെ പറഞ്ഞ അവിടെ എത്തിയപ്പോഴേക്കും എല്ലായിടത്തിനും എടുത്തിട്ട് മെഡിക്കൽ കൊണ്ടുപോയി. അറിയാമോ? 3/4 മണിക്കൂറാ? ആ പിന്നെ കോപ്പാണ്. എവിടെ അലാറം വെച്ചോണ്ടിരിക്കത്? ഒന്ന് പോടാ നീ. അപ്പം പറഞ്ഞ കാര്യമാണ്. 10-20 കൊല്ലം മുമ്പല്ലേ? അതൊക്കെ ശരിയായിരിക്കും. അണ്ണൻ്റെ തടിയൊന്നും ഉടഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. മനസ്സിപ്പോഴും പഴയ കണക്ക് തന്നെ. അല്ലേ പിന്നെ രാജോമ്പലൊക്കെ എടുത്ത് അടിക്കാൻ പോകും. സാധനം വല്ലതും എടുത്താലാ? എന്തെങ്കിലും കരുതിക്കോ. ഓ, നല്ല ഇരുമ്പ്. പിന്നെ 3/4 മണിക്കൂർ കോപ്പാണ്. ഒരു കാരണവശാലും അവന് പിടിയിട്ടരുത്. കിട്ടിയാ തീർന്ന്. ഒരുത്തന്റെ വായന്നൊരു വാക്കോലും വീഴരുത്. ശബ്ദം വെച്ച ആളെ പിടിക്കും. പിടുത്തോണ് കേട്ടാ. നന്നായി, നമുക്കത് കൊണമാണ്. തന്നെ ഗോമതിയുടെ വാറ്റാണ്. ഒടുവിൽ കരിമ്പും കാട്ടി ആന അറിയണ കാവാരുന്നാ മതി. പേടിപ്പിക്കാതെ മാറിയളെ. മോൻ മുടിക്കോ?
ഇങ്ങർക്ക് വല്ല നേർച്ചയുണ്ടോ? കള്ളു മുടിച്ചോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കുകയാണ്. ഭ്രാന്ത്. ആദ്യത്തെ രണ്ടുപേരെ മനസ്സിലായി, മറ്റേതാര് ആ സുന്ദരൻ? ആർക്കറിയാം, വല്ല നേതാക്കന്മാരും ആയിരിക്കും. അണ്ണൻ വേണ്ട സമയം കഴിഞ്ഞില്ല. ഇനി ആ കോമതി എങ്ങാനും പൊടിയിട്ട് അണ്ണനെ മൈക്കി കാണുമോ? അവളെക്കാളും വലിയ മേനക വന്നാലും അണ്ണനൊന്നും മയങ്ങൂല മോളെ. ആ ചന്ദ്രിക എന്നാൾ മുക്കി വെച്ച് പറഞ്ഞു, അണ്ണനൊന്നും മൂളിയാ പിന്നെ അവൾ ആരും അടുപ്പിക്കൂലെന്ന്. തന്നെ അമ്മനെ കടപ്പുറത്തിട്ട് യാവനാ വെട്ടി. എന്നിട്ട് അണ്ണനെന്തേ? വിശിനശിലോട്ട് കൊണ്ടുപോയി. കാണോ? അതിനും വേണ്ടിയിട്ടൊന്നുമില്ല. ആരും കണ്ടില്ല, അവിടെ കിടന്ന് ചോര പോയി. എന്നാലും നീ കയറി വെട്ടിക്കളണ്ടായിരുന്നു. വെട്ടിയില്ലെങ്കിൽ കാണാമായിരുന്നു. എല്ലാത്തിനും ഇപ്പൊ പരമ്പായി പോയിക്കൊണ്ട് വരായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അവൻ കയറി അങ്ങ് മേഞ്ഞ്. എന്തായാലും പോലീസ് വരും. അതാ എന്റെ പണി പോവും വലിച്ച്. ശരിയായിരിക്കും കേട്ടാ. 3/4 മണിക്കൂർ അല്ലെങ്കിലേ ഉണ്ട്. അയ്യോ അയ്യോ. എന്തിനാണ് ഇവിടെ ബഹളം? അതെ, പേഷ്യന്റെ മുറിവിന് രണ്ടിനും വലിയ ആഴമൊന്നുമില്ല. ഒന്ന് സ്റ്റിച്ച് ഇടണമെന്നേ ഉള്ളു. നിങ്ങൾ രണ്ട് ബഹളം ഉണ്ടാക്കുമെന്ന് അവിടെ മാറിയിടേ. സിസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ പോയി ഇരുന്നാണ്. അവിടെ പോയി ഇരിക്കേ. ചെയ്തു വെച്ചേക്കണോ? എന്റെ അണ്ണൻ ഈ ഗതി വരുത്തി വെച്ചോമാര് ആരായാലും അവന്മാര് നശിച്ചു വന്നേ ഉള്ളു. നീ വെറുതെ കിടന്ന് പ്രാവില്ല. എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല സാർ. ആരാ വെട്ടിയത്? ഇരുട്ടായിരുന്നു. പറഞ്ഞാലും കോടതിയിൽ നിൽക്കൂല സാർ. ശബ്ദം വല്ലതും കേട്ടായിരുന്നു? പരിചയമുള്ള ആരുടെയെങ്കിലും ശബ്ദം പോലെ? ഇല്ല സാറേ. ഊഹം വെച്ച് പറഞ്ഞാലും കേസിന് ബലം കിട്ടൂല സാറേ. ബലം കിട്ടുന്നതൊക്കെ ഞങ്ങൾ എഴുതുന്ന പോലെ ഇരിക്കും. അതെ, ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും മുൻവൈരാഗ്യം മറ്റോ? ഇല്ല സാറേ. കേസൊന്നും വേണ്ട സാറേ. അതിന്റെ പുറകെ നടക്കാനൊന്നും വയ്യ. നിങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾക്ക് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും എത്തണമല്ലോ. ഞങ്ങളൊരു കേസും എഴുതും. കണ്ടാലറിയാത്ത കുറെ അജ്ഞാതരായ ആളുകളെന്ന്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഓ, അതാണ് ഞാനും ചോദിക്കാൻ വന്ന. നാളെ കണ്ട ഫയലുകൾ. അപ്പൊ നിനക്കൊന്നില്ലേ? അതൊക്കെ ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീർത്തോളാം. പേടിച്ചു കണക്കൊന്നുമില്ല. 5-6 കുത്തിക്കെട്ടുണ്ടെന്നേ ഉള്ളൂ. അവന്മാരെന്തേ അതുണ്ട്. വാ. അയ്യോ, പോലീസ് വന്നിട്ട് പോലീസിനോട് കേസാക്കണ്ടെന്ന് അവൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അത് നന്നായി. അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് പ്രശ്നം വരുന്നു. അവൻ കേസില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പുറത്തിറങ്ങുന്നതാണ് നല്ലത്. മാറിയെന്ന എല്ലാവരും സംശയിക്കും. ഞാനും വിചാരിച്ചു.
എന്തിനായാലും നമ്മളാ ചെയ്തെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. കേസായത് എല്ലാവരും അറിയും. അതിന്റെ നാണക്കിടങ്ങിയിരിക്കില്ലേ? അതായിരിക്കും പോലീസിന്റെ അടുത്തൊന്നും പറയാത്ത. എന്തിനായാലും അവന്റെ മേലൊരു കണ്ണു വേണം. ഇനി അവൻ ഞളക്കരുത്. എന്നാലും ആരായിരിക്കും അക്കരെ അത് ചെയ്തത്? ആർക്കറിയാം? ഞാൻ ചിലതൊക്കെ കേട്ടായിരുന്നു. ചേച്ചി ബാക്കിയെടു. ആര് ചെയ്താലും അവർക്ക് അതിനുള്ള കൂലി കിട്ടും. ആ എന്തരാണ് കുഞ്ഞേ? ഒന്നുമില്ല. കുഞ്ഞിന് പപ്പടം വേണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച തിരിപ്പുണ്ട്. ഓ, കല്യാണത്തിന് ഈ പപ്പട കാര്യം മറക്കല്ലേ. എന്തിട്ട് പറഞ്ഞാലും ഒരു മുഴുവൻ മുങ്ങിയുണ്ടോ? അണ്ണൻ എങ്ങനെയുണ്ട്? വേദനയൊക്കെ ഉണ്ട്, പക്ഷെ പുറത്തൊന്നും കാണിക്കൂലല്ലേ. ഞായറ്റി ചോറ് വെച്ചോണ്ട് പോകാൻ വന്നതാണ്. എനിക്ക് വരണമെന്നുണ്ട്. പിന്നെ അണ്ണനെ കാണുന്ന കാര്യം ഓർക്കുമ്പോൾ നീ എന്തിനാ ചെയ്തിട്ട്? നാട്ടുകാരങ്ങനെ പലതും പറയും. ചേച്ചി അണ്ണൻ കേസില്ലെന്ന് പറഞ്ഞാ? ഓ, മനസ്സിൽ എന്തിനാ വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ കടുക്കപ്പുറത്ത് പോവില്ല. പൈസ തരാണ കിടന്ന് പിടക്ക. ആശാനും ശിഷ്യനും കണക്ക് തന്നെ. നിനക്കെതിരെ വെള്ളം അടിച്ചിട്ടൂടായിരുന്നു. ഒരു വീടി എടാ കള്ളി, 2 ദിവസമായിട്ട് നിങ്ങളെ കാണാനില്ലായിരുന്നല്ലേ? ഞങ്ങൾ ഇന്നലെ ഒരു സിനിമയ്ക്ക് വരും. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുവിന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ കിടക്കണം. എടാ ബക്കി, ഇപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അമ്മണിയണ്ണന്റെ കാര്യമില്ലേ പറയുന്നത് കേട്ടായിരുന്നു. അണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ വീട്ടിൽ കാണും. നമ്മൾ ഇന്നലെ കൊല്ലത്ത് സിനിമയ്ക്ക് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വന്നതല്ലോ ഇല്ലടേ. പിന്നെ അവ എന്തൊരു ചെറുക്കനടേ. എന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് പടം വരച്ചു തരാത്ത ആ കോട്ടപ്പള്ളി പണിക്കൊരു കുറിച്ചെന്ന ദിവസമാണ് എനിക്ക് കടവടം കണ്ടടേ. ഒന്ന് പറയടാ അവൻ്റെ അടുത്ത്. നീ അത് അവൻ്റെ കൂടെ പറ. പറയാനല്ല, ചെയ്യിപ്പിക്കാനും എനിക്കറിയാം. ഓ ഡേയ്, നീയൊക്കെ ഒളിവിലാണെന്ന് പറഞ്ഞല്ലേ ഉള്ള തന്നെ. എന്തിനാ നമ്മൾ വിളിക്കണേ? അലമ്പുണ്ടാക്കല്ലേ. ഇന്നലെ നിങ്ങളെ കാണാത്തോണ്ട് ചിലർക്കൊക്കെ സംശയമുണ്ട്. അതാ അവ അങ്ങനെ പറഞ്ഞേ. സോഡയുടെ വാശി വിളി. ഓരോ മറങ്ങോളും തോന്നിയ ദിവസം പറഞ്ഞോണ്ട്. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എളുപ്പം തമാശ ഉണ്ടാക്കണ്ട. നിന്റെ പടം ഞാൻ വരപ്പിച്ചുതരാം. നമ്മളൊന്ന് അന്വേഷിക്കട്ടെ ഏതാവനെ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് നിനക്കുള്ളത് തരാം. 5 തെങ്ങിന് മുഴുവൻ ഓരോ ഊഹാപോഹങ്ങളാണ്. ചെയ്തവന്മാരെ അണ്ണനെ അറിയാന്ന് ചിലര്. ഇതോടെ അണ്ണ ഒതുങ്ങിയെന്ന് വേറെ ചിലർ. അണ്ണ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. കർക്കിടകത്തിലെ കടൽ പോലൊരു വരവുണ്ടെന്ന് മറ്റു ചിലർ. ഇനി എന്തരായാലും ഞങ്ങളായിട്ട് ചെന്ന് കയറി കൊടുക്കണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചു. പാതിരയിൽ തിരുവാതിര പോലെ പരമേശ്വരനിൽ പാർവതി പോലെ കണ്ണനിൽ രാധ പാലിൽ വെണ്മ കൺകളിൽ മഷിയും പോലെ ഞാൻ ആതിരാതികനൽ മൗലിയിൽ ചൂടി നീ കാവലായി നിൽക്കണേ പാതിരാവേ. 1000 കൈകളാൽ സ്നേഹമാം
പരമേശ്വരനിൽ പാർവതി പോലെ കണ്ണനിൽ രാധ പാലിൽ വെണ്മ കൺകളിൽ മഷിയും പോലെ ഞാൻ അണ്ണനിൽ അലിയണ പിന്നെ ഞാൻ അണ്ണനിൽ അലിയണ പിന്നെ ആ കൂട്ടത്തില് ലോപ്പസ് ഉണ്ടായിരുന്ന അതിലങ്ങനെ വെച്ച് ചെറുക്കിനെ നേരെ കണ്ടിട്ട് 1 മാസമായി. മൊത്തത്തിൽ ഒരു ഒളിച്ചു കളി, എന്തൊരു ഒരു പേടി തട്ടിയ പോലെ. ഞാനാണെന്ന് കാണട്ടെ. നീ അവരിട്ടൊന്ന് കൊടുക്കുന്നതിൽ എനിക്കൊന്നും തോന്നൂല ഏട്ടാ. എന്നാലും കൊച്ചി ഇറക്കനാ. എന്തു വേണം എനിക്കെന്തു വേണം എന്തു എവിടെ പോണ്ടാ? അവിടെ പെയിന്റ് അടിക്കാൻ. എണീരടേ. നിന്റെ വര ഞാനൊന്ന് കാണട്ടെ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണം. അടിക്കലേട്ടാ എന്നെ വെറുതെ ഞാൻ കാല് പിടിക്കണ്ട. ഒന്നും ചെയ്യില്ല, ഞാൻ ഒന്നും ചെയ്തില്ലണ്ട. എന്നെ ഒന്നും ചെയ്യില്ല. കൊള്ളാടേ. ഇനി ഞാൻ പറഞ്ഞ പോലെ വരാ, നല്ല മുഴുപ്പില്. അയ്യോ അണ്ണാ ചതിക്കല്. ആണ്ട് പറപ്പിന് മുമ്പേ കട തുടങ്ങേണ്ടാണ്. ഇനി എന്താ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണോടേ. പട്ടി കഴിവറ മോനെ, എന്നെ ഉണ്ടാക്കാമെന്നവരുടെ മൊത്തം പേര്. കുഞ്ഞുഞ്ഞ് പെണ്ണൊക്കെ കെട്ടിയിടത്തിന് കൂടാല്ലേ, നല്ല കച്ചവടം കിട്ടുന്ന ലക്ഷണമുണ്ട്. ഇനി നിന്റെ പേരൂടെ എഴുതേ. അപ്പൊ യവന്മാരാണ് കക്ഷികൾ. എല്ലാരും കണ്ടല്ല. അപ്പൊ നീ എന്റെ പേരങ്ങ് കിട്ടിയേ. നല്ല ചുവപ്പ് നിറത്തില്.
നിന്റെ കണക്ക് തീർന്നു. എണീരടെ, എണീരടെ. നിന്റെ തന്തയെ ഓർത്താണ് ഇതേലൊക്കെ നിർത്തിയത്. ഇളക്കമുണ്ടോ? വേദനയുണ്ടോ? കാണും. നീ ഇനി പോയി ബാക്കിയുള്ള കഴിവുറമ്മ പറ. വെളിച്ചത്തില് 4 ആള് കാണാൻ എന്നെ വന്ന് കണ്ട് അവരവരുടെ വീതവും മേടിച്ചോണ്ട് പോവാൻ പറ. മനസ്സിലായടേ? ആ. ഇതാണ് അണ്ണൻ്റെ റൂട്ട്. അപ്പം പറയും ഉടുമ്പിൻ്റെ പിടുത്തം പോലാണ് അണ്ണൻ്റെ വാശിന്ന്. നിങ്ങൾ വിചാരിക്കും വെറും ഒരു കടഭിത്തിയിലാണ് അണ്ണൻ പേരെഴുതിച്ചെന്ന്. എന്നാൽ അങ്ങനെയല്ല. 5 തെങ്ങുകാരുടെ മൊത്തം നെഞ്ചത്തോട്ടം. എന്നെ മുടപ്പിലമ്മച്ചി ആണ്ട് പറപ്പിന് മുമ്പ് ഈ എരണം കെട്ട 4 മാർക്ക് അടി കൊടുക്കാനുള്ള ആരോഗ്യ ആയുസും അമ്മണി എന്നെ കൊടുക്കണേ. ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണേ. കിഴക്ക് മാമല മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ നീണ്ടു വരന്നു കിടക്കുന്ന ഭൂമിയിൽ ജനിച്ച് ജീവിച്ച എൻ്റെ അപ്പനപ്പുമാരെ നെല്ലും പതിനും തിരിച്ചു തരണം കേട്ടോ. നാളികേരം ഉടച്ചത് 8 കഷ്ണമായി. 8 തിട്ടവാ. ആണോ? അതുകൊണ്ട് ഉറപ്പാ ആണ്ട് പറപ്പിന് മുമ്പേ നടക്കൂലല്ലേ? നടക്കത്തില്ല. അയ്യോ. അപ്പൊ എന്തെങ്കിലും കടുത്ത പണിയത് തന്ന അമ്മണിക്കൊന്നും ഏക്കത്തില്ല. അയ്യോ, അമ്മണിക്കല്ല, പിന്നെ അവന്മാർക്ക. അവന്മാര് 4 എണ്ണത്തിന് 2 അടി വീതം വാങ്ങിച്ചു കൊടുത്ത അമ്മണിയാണ് കടവർക്കാൻ സമ്മതിക്കും. ആ വഴിക്കൊന്ന് നോക്കാം. ദേവി കാളി മഹാക. എടോ, ഇത് എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാ. അപ്പൊ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കേ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? ആ, പ്രാർത്ഥിച്ചു. ആ, ദേവി കാളി കരിങ്കാളി കാത്തോണേ. അവനെ തീർത്ത് കളഞ്ഞാലോടാ. ചുണയുള്ളവന്മാര് കൂടെ തന്നാ മതി. അണ്ണ 3 മാസം കഴിഞ്ഞാണ് എൻ്റെ കല്യാണമാണ്. അതിനു മുമ്പ് പിടികൊടുക്കുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ അയാൾ അങ്ങ് കൊന്നോളാണ്. ഇനി എന്തായാലും പക്ഷെ ഞാൻ ഇല്ല കേട്ടാ. നിന്റെ കാര്യം കഴിഞ്ഞല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ എന്നെ എന്തായാലും അവള് തൊടൂല. ഓ, നീ പിന്നെ വലിയ പോലീസാണല്ലോ. തന്നെടാ, എന്നെ തൊട്ടാലേ അയാൾ ഉണ്ടോ തിന്നും. എടാ കുഞ്ഞിപ്പാക്കി, നിനക്ക് ജോലി കിട്ടാനുള്ള കാരണേ അമ്മണിയാണ് കേസ് കൊടുക്കാഞ്ഞിട്ടാണ് കേട്ടാ. അതൊന്ന് ഓർമ്മിച്ചോളണം. ഇപ്പം ചെന്നൊരു അടി വാങ്ങിച്ചാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കുഞ്ഞിപ്പക്കി ചിലപ്പോൾ അടി വാങ്ങിക്കുമായിരുന്നു. പക്ഷെ പോലീസുകാരൻ കുഞ്ഞിപ്പക്കി അടി വാങ്ങിക്കൂല. ആ തൊപ്പിയൊന്ന് കയറട്ട്, അടിച്ചവൻ്റെ പരിപ്പിയാൻ മേളിൽ കയറ്റും. ഡാ പൊടിയ, നീ പേടിക്കണ്ടാ. നിന്റെ കല്യാണം ഞാൻ പോലീസ് ബന്ദോബസ്തി നടത്തും. ആ, പോലീസിനെ തൊട്ടാലേ ഊട്ടുമറിച്ച്. ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, സംഭവം ഒരു എറുമ്പടിക്കുന്ന വേദനയുള്ളടാ. ടപ്പേന്നും കഴിയും. എനിക്ക് പോളാ പാണം കേട്ടവനെ. വിളക്ക് മാടത്തിന് മോളിൽ നോക്കിയാൽ 3-4 മൈൽ അപ്പുറം നന്നായിട്ട് കാണാം. 125 അടി പൊക്കത്തിന്റെ മുകളിലാണ് അണ്ണ ഉള്ളതെന്നുള്ള കാര്യം ഓർത്തോ. നീയൊക്കെ നാട്ടിൽ കാല് കുത്തിയ അണ്ണനെ അറിയും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് കൂടിയിട്ട് കാണുമല്ലോ. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഏത് മുടുക്കിപ്പോയി ഒളിച്ചാലും അണ്ണ അവന്മാരെ പൊക്കിയിരിക്കും. ഇനി എന്തരാവും എന്ത്. ഡേ, നോക്കി തന്നെയാണോ വന്നേ? അവനിപ്പോ വീട്ടിൽ കയറി കാണും.
എന്തെങ്കിലും രണ്ടു പറ്റുമാര് തിന്നിട്ട് പോടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വാടാ വാടാ. എന്നാ ശരി പോട്ടെ മാ. പോയിട്ട് വരി. എല്ലാം എടുത്താടാ. ഇന്ന് രാത്രി തന്നെ പോണോ നീ? ചിലപ്പോ. നോക്കി പോണേക്കളെ. ഒന്ന് നിന്നാണ്. എന്താ? എടാ നീ പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് കണ്ടിട്ട് പോ. വെറുതെ അവന്റെ ദേഷ്യം കൂട്ടണ്ട. അമ്മിണിയ പറഞ്ഞതാ. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുവാപ്പാ. അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാൻ എന്നെ കിട്ടൂല. എടാ പോലീസ് ആകുന്നതിന് മുമ്പ് അതങ്ങ് മേടിച്ചു. ആ മാനക്കേട് 2 ദിവസം കൊണ്ടങ്ങ് മാറും. പോലീസ് ആയാലും അങ്ങനെയല്ല. അവൻ ഞൊട്ടും. എന്റെ വാപ്പയാണ്, അവന്റെ വാപ്പയാണ്. നീ വാടാ. പോലീസായിട്ട് എന്റെ ഒരു വരവുണ്ട്. അപ്പോഴേ അമ്മിണിയും കിമ്മിണിയൊക്കെ എന്റെ തനിക്കോണം കാണുന്നത്.